ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ആമസോണിലുള്ള കിച്ചൺ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പൂവടയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം അല്ലേ, പെട്ടെന്ന് പഠിച്ചുവാരി പറഞ്ഞല്ലേ. ഇത് നമ്മൾ പൂവട ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അരി മാവൊക്കെ കുഴച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ അടിയും ചെറുതായിട്ടൊരു ബോൾ പോലെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നിട്ട് ആ ടൈമിൽ അത് ആ ഒരു പരന്ന് വരും. ഈ ഒരു ഭാഗത്ത് അതിങ്ങനെ ആ മാവ് പരന്ന് വരും. അതിനുശേഷം നമ്മൾ ആ മാവ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാ ഈ ഒരു ഭാഗത്തിൽ കാണുന്നുണ്ട് നമ്മുടെ ആ ഒരു പൂവടയുടെ ഡിസൈനുള്ള ഭാഗം. ഇവിടെ നമ്മൾ ആ ഒരു വട്ടത്തിലുള്ള മാവ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിൽ ഇങ്ങനെ പൂവട ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മളുള്ള തേങ്ങ, അതേപോലെ തന്നെ വെല്ലം കാര്യങ്ങൾ, പിന്നെ എന്തായാലും വേണ്ട എന്താ വെച്ചാൽ ഫില്ലിങ്സ് ഇതിലൂടെ നിറച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷേപ്പിൽ കിട്ടും. ദെൻ നമ്മൾ ആവിയിൽ വേവിക്കുകയാണെങ്കിൽ അങ്ങനെ വേവിക്കാം, അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംഭവമാണിത്. ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇനി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ വർക്കാവുന്നുള്ളതെന്നൊക്കെ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. നമ്മളെല്ലാ ഐറ്റംസും മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ നമ്മുടെ 31 മെയ്യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായിരുന്നു നമ്മളെ ജൂൺ 5 വരെ വാർഡ്രോബ് റീഫ്രഷ് സെയിൽ ലൈവാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മേടിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. അതായത് 3 lakh പ്ലസ് സ്റ്റൈൽസിൻ്റെ, അതുപോലെ തന്നെ 1500+ ബ്രാൻഡിൽ നമുക്ക് 50 മുതൽ 80% വരെ ഓഫ് കിട്ടുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ഇതിലൊക്കെ ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ ബ്യൂട്ടി അതുപോലെ തന്നെ ഫാഷൻ കാറ്റഗറിയാണ് കൂടുതൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത്. അവയിൽ കുറച്ച് ഡ്രസ്സ് ഐറ്റംസും കാണിച്ചു തരാം. പിന്നെ അടുത്ത നമ്മളെ ഇങ്ങനത്തെ ബൗളാണ്. ഈ ഒരു സൈസിലാണ് വരുന്നത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ളത്. എനിക്കിനി കുറച്ചും കൂടെ ഇതിൻ്റെ വലിയ സൈസിന് മേടിക്കണം. നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ മേടിക്കാനുള്ള സ്റ്റീലിൻ്റെ ബൗളുകളാണ്. വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചു നമുക്ക് ചിലപ്പോൾ പേടിയാണ് ഈ സ്റ്റീൽ ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന സമയത്ത്. ചിലതിങ്ങനെ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല, തീരെ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട്, പക്ഷെ ഇത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വരുന്ന നന്നായിട്ടുണ്ട് കേട്ടോ. അതെന്താ സുമികി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു ബൗളുകൾ വരുന്നത്. ഇതേപോലത്തെ 5 6 വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ആ ഒരു സെറ്റാണ് അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ പല എന്താ പറയുക സൈസ് കൂടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 250 ml 500 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് എത്രയൊന്നും സൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത്രയും പാത്രമാണ് പാത്രമാണ്. ഇതിൻ്റെ കുഞ്ഞിത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുത് മേടിച്ചാണ്. പിന്നെ നമ്മൾ അടുത്തത് ഇതാണ്. ഇതെന്താ ഇടിമുട്ടി എന്ന് പറയുക, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കില്ലേ, നമുക്ക് ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ചതക്കുമല്ലോ. അപ്പം അങ്ങനെ മേടിച്ചതാണ്. വീട്ടിലുള്ളത് ഇതിൻ്റെ കല്ലിൻ്റെ മോഡലാണ് കേട്ടോ. അതും കുഴപ്പമില്ല, ഇതും എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം ഒന്ന് ചതക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഓൾറെഡി ഇതുണ്ടോ ഇഞ്ചിയുടെ ഇപ്പോൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഇറച്ചി ഉണ്ടാക്കിയപ്പോൾ അതിൽ ചതച്ചാണ്. ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ മണം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചാണ് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തിൽ ചതഞ്ഞു കൂട്ടും കേട്ടോ. അതുകൊണ്ടോ അരഞ്ഞ് പേസ്റ്റൊന്നും ആയിക്കിട്ടില്ല, നമുക്ക് ചതയ്ക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഇടിച്ചാൽ മതി. എനിക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. കല്ലിൻ്റെ ഞാനിങ്ങനെ എപ്പം പോകുമ്പോൾ മേടിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് പേടി അതിങ്ങനെ പൊടിയോ ഞാൻ കണ്ടാൽ എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയില്ല. വീട്ടിലൊന്നും കുഴപ്പമില്ല കേട്ടോ. മേടിച്ചിട്ട് പക്ഷെ ഞാനവിടെ കടയിൽ കണ്ടതിന് സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും നല്ല കളറാണ്, ഞാൻ കല്ലിൻ്റെ മേടിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അലുമിനിയം ആയിരിക്കും അല്ലേ. സ്റ്റീലാണ് അലുമിനിയമാണോ എന്തായാലും ഇതാണ് സാധനം. നല്ലതാണ്, ആവശ്യമാണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചതയ്ക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജീരകം അതിൽ പൊടിച്ച് നോക്കി കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാപ്പിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ജീരകം ചൂടാക്കിയിട്ട്, പച്ചയ്ക്ക് എന്തായാലും പൊടിച്ചാൽ അറിയില്ല, ചൂടാക്കിയപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടി. അരഞ്ഞ് ഭയങ്കര പൊടി പോലെ ആവില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇതായി കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു മഗ്ഗല്ലല്ലോ, നമ്മളെ ഈ ഒരു മഗ്ഗ് എന്ന് പറയുന്നത് കോഫി മഗ്ഗും നമ്മളെ ചായ കുടിക്കുന്ന കപ്പില്ലേ, കോഫി കപ്പ് അങ്ങനെ അറിയാം. അതാണ് ഈ 2 നല്ല ബ്ലാക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ. ബ്ലാക്ക് കളർ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കാപ്പി കുടിക്കാൻ വേണ്ടി മേടിച്ചാണെങ്കിൽ ഇത് ഇതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാനിന്ന് കാണാൻ വേണ്ടി നമ്മളിവിടെ ഷോയ്ക്കായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. വിണൽ ടക്കേന്നാണ് ഫോട്ടോ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. കുറച്ചധികം നമുക്ക് കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും കുടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ അടുത്തത് മേടിച്ചിട്ടുള്ളത് കുറച്ച് ഡ്രസ്സുകളാണ്. ഇത്
ഇതിപ്പോൾ കണ്ടിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കണേയും കൂടെ എനിക്കിത് യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ഭാഗമല്ലേ കാണുള്ളൂ, അതുകൊണ്ട് വിഷയമല്ല. കാരണം ഈ ഒരു ടോപ്പിനുണ്ടല്ലോ, ഈ ഒരു ടോപ്പിന് ഇറക്കാൻ വളരെ കുറവാണ്. കണ്ടോ, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വയറ് കാണുന്ന രീതിയിലാണ് ഈ ടോപ്പ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ, പക്ഷെ കാണാനായിട്ട് നല്ലതാണ്. ഇതേപോലെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സംഭവമാണ്. കൈ കുറച്ചിങ്ങനെ ഒരു ലൂസ് ടൈപ്പിലാണ് വരുന്നത്. 300-400 ആ റേറ്റിനൊക്കെയാണ് ഇത് വരുന്നത്. ഇതിന്റെ വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്, റെഡ്, പിങ്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുത്തോളൂ കേട്ടോ. അവിടെ ഞാൻ നല്ല രസമുണ്ടാവും ജീൻസ് ഇട്ടിട്ട് അതിനോട് പേരാണ് നല്ല ഭംഗിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്യൂട്ടി ചാനൽ ഉണ്ടല്ലോ, അതിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു ജ്വല്ലറി ഹോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് നിങ്ങൾ നോക്കി വയ്ക്കാതെ കേട്ടോ. അതിൽ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ഉണ്ട്. അത് ഇത്രയേ കാണുള്ളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ കളർ നല്ല നമ്മുടെ മുന്തിരി കളറില്ലേ, അതാണ് ഇത് വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു ടോപ്പാണ്. ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ക്രോപ്പ് ടോപ്പാണ്, പക്ഷെ ഞാൻ ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഭയങ്കര കയറിയിട്ടുള്ള, അല്ലാണ്ട് ഒരു അത്യാവശ്യം ഇറക്കം കിട്ടണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് മാക്സിൻ്റെ ആണ്. ഇതേപോലെ തന്നെ ഈ ഒരു സെയിം സൈസിൽ ഇതേപോലെ ഒരു മെറ്റീരിയൽ വരുന്ന വേറൊരു പാറ്റേൺ വരുന്നത് ഞാൻ മാക്സിൻ്റെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതേ ക്വാളിറ്റി ഒക്കെ ഈ ഒരു ടോപ്പിനും ഉണ്ട്. ഇത് നല്ല ടോപ്പാട്ടോ, രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം ജീൻസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ജീൻസ് ഇടുന്നവർക്കാണെങ്കിൽ പറ്റും കേട്ടോ. നല്ല ടോപ്പാണ്, നല്ല ക്വാളിറ്റിൻ്റെ, കൊള്ളാം. പിന്നെ അടുത്ത് വന്നിട്ടും ഈ ഒരു ടോപ്പും ഇത് ഞാൻ വിചാരിച്ചതിനെക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തൊടുന്ന സമയത്ത് നമുക്കൊരു അസ്വസ്ഥത തോന്നുന്നില്ല. ഇതൊരു വെള്ള ഒരു എന്താ സാധനം തുണീൻ്റെ തന്നെയാണ്, നല്ലൊരു സംഭവം. ഇതിൽ പോരുന്നൊന്നുമില്ല കേട്ടോ. പ്രിൻ്റാണെന്തോ തുണിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു എന്തോ ഇതിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ ഒറ്റക്കള കാണാൻ. ഇനി ഇതിപ്പോൾ എന്ത് സാധനം, ഇത് തുണി തന്നെ ഒന്നുണ്ട്. തുണി ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നിയിട്ട് നമ്മൾ പഞ്ഞിക്കട്ട കൊണ്ട് അങ്ങനത്തെ കുറേ ഒരു സാധനം വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ ടോപ്പ്. ഇതിങ്ങനെ അതിൽ തൊടുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേറൊരു സംഭവം ഫീൽ ചെയ്യുന്നത്. ഇത് മാക്സിൻ്റെ തന്നെയാണ്, ക്വാളിറ്റി സൂപ്പറാണ്. അത്യാവശ്യം ഇറക്കം കിട്ടുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ ഇറക്കം കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ ഇറക്കം വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടോപ്പാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് താഴ്പാല് എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ. അടുത്തത് നമ്മളുടെ ഈ ഒരു ടോപ്പാണ്, ബ്ലാക്ക്. ഇത് നമ്മൾ മറ്റേ ചാനലിൽ ഒരു വീഡിയോയിൽ ഈ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ചെറിയ ഈ ഒരു സൈസിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ നിൽക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ ഇവിടെ കവർ ചെയ്ത് വെക്കും. നമുക്ക് പാൻറ് മറ്റേതൊക്കെ വയറാണ്, അതൊന്നും വയറൊന്നും കാണില്ല കേട്ടോ. ഈ ഒരു ടോപ്പുകളൊക്കെ ഇങ്ങനെയൊക്കെ കുന്തി പോലെ നോക്കിയാലൊക്കെയാണ് ചിലപ്പോൾ അടിയിൽ നല്ല കാണുള്ളൂ, അല്ലാണ്ട് ഒന്നും കാണുന്നില്ല. രസമാണ് ഇങ്ങനത്തെ ടോപ്പുകൾ. അപ്പം ഇതിലുള്ള സമയത്ത് എനിക്ക് എന്താ പറയുക, ടൈപ്പ് ജീൻസിൻ്റെ കൂടെ അല്ല കേട്ടോ, ഞാൻ നമ്മുടെ മാഫ് ജീൻസ് ഉണ്ടാവുമല്ലോ ലൂസ് വരുന്നത്, ആ ഒരു ടൈപ്പിലാണ്, അങ്ങനത്തെ ജീൻസിൻ്റെ കൂടെ കേട്ടോ ഉപയോഗിക്കാറ്. അല്ലാത്ത ചെറുതിൻ്റെ കൂടെ എനിക്ക് കംഫോർട്ടില്ല, കാരണം എനിക്ക് ചേരാറുണ്ട്. അതിന് കുറച്ചുകൂടെ എനിക്ക് ഇറക്കാൻ വേണം. അപ്പം ഈ ടോപ്പും നല്ലതാണ്. ഇത് ഏതാ ബ്രാൻഡ് ഒന്നും ഓർമ്മയില്ല, ഓൺലി എന്നുള്ള ബ്രാൻഡില്ല. ഒരു ബ്ലാക്ക് ടോപ്പ്. പിന്നെ മഴക്കാലത്തായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം, ചൂടിൻ്റെ പ്രശ്നമില്ല. പിന്നെ അടുത്ത് ഇപ്പോൾ കാണിച്ചു നമ്മൾ താഴ്ചെടുപ്പി ഇതാണ്. ഇതും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ലൈനിങ് വരുന്നുണ്ട്. സാധാ ഒരു ടോപ്പ് കേട്ടോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പാണ്. ഇതും സൈസൊക്കെ കറക്റ്റ് ഫിറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നേരത്തെ ബ്ലാക്ക് ഇല്ലേ, അത് കുറച്ച് കൈയും ഭയങ്കര ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാനില്ല, കണ്ടോ സിമ്പിളായിട്ടുള്ള ഒരു വീനക്ക് പോലത്തെ ഒരു നെക്കും. പിന്നെ 3-4 ബട്ടനാണ് ഇതിൽ വരുന്നത്. ഇത് ഫുൾ നമുക്ക് സെൻറ്റർ ഓപ്പൺ ചെയ്യാം, അങ്ങനത്തെ ഉണ്ടോ ഫുൾ ഓപ്പൺ. ഷർട്ടല്ല, അതേ വിധത്തിലാണ് വരുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്, ഇതൊരു പിങ്ക് ഈ ഒരു കളറാണ്. ഇതിൽ വേറെ കളേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാ ഇത്രയാണ് ഈ ഒരു ടോപ്പ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ള, കുറച്ച് കിച്ചണിലേക്ക് മേടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ടോപ്പുകളെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇനിയിപ്പോൾ വേറെ കാണിക്കാം കേട്ടോ. നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ ഇവിടെ ഉളുക്കിയിരിക്കും. എനിക്കിന്ന് കുറച്ച് ചെടിയൊക്കെ നടണം, പറമ്പിൽ കുറച്ച് പണിയെടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊരു ഉളുക്ക് ഇനി കിടന്നതിന് പറ്റിയാണ് എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലും പച്ചമരുന്നോട്ട് കുറച്ച് കുഴമ്പൊക്കെ ഇട്ട് ഒന്ന് ഒഴിയണം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പം മഴക്കാലം പിടിച്ചത് നിങ്ങളവിടെയൊക്കെ, നമുക്കിവിടെ മഴക്കാലം പിടിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഉച്ച കഴിഞ്ഞൊക്കെ ഒരു മഴയൊക്കെ, അത് നല്ല മഴയായിരിക്കും. ഇന്നലെയൊക്കെ നല്ല മഴ, കുറച്ച് നേരം പെയ്തു, നല്ല ശക്തിയിൽ, വലിയ വെള്ളത്തുള്ളി ഒന്നും ഇല്ല, അതേപോലെ വലിയ മഴയായിരുന്നു. പിന്നെ അതിൻ്റെ മഴയൊക്കെ പോയി. അങ്ങനെ എത്ര മഴയാണ് ഇപ്പോൾ വരുന്നത്, പക്ഷേ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്.
പിന്നെ പറമ്പിലൂടെ അച്ഛനൊക്കെ ഒരു പണികളാണ്, നമ്മളെ ചോലവട്ടലാണ്. ഈ കാടിനും മഴയും കൂടെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഫുൾ പറമ്പിൽ കാടുകൾ. ഇപ്പം താഴെ കാപ്പിയല്ല ഉള്ളത്, അതൊക്കെ എന്തായി പോവും, ചോലയിലൊന്നും നന്നാവില്ല. അപ്പോൾ ചോലവട്ടലും പണിയൊക്കെയാണ്. അപ്പം അതൊക്കെയാണ് 10 വിശേഷങ്ങൾ. എന്തായാലും നമുക്ക് ഇനി ഡൈൻമൈ ലൈഫായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം കേട്ടോ. അപ്പോൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് ജലദോഷം പിടിച്ചത് കൊണ്ടാണ്, ഇത് മാറുന്നില്ല, എന്താണെന്നറിയില്ല. ഇപ്പോഴത്തെ ജലദോഷം ഒന്നും മാറുന്നില്ല. എനിക്ക് ഏതോ കാലം വന്നതാണ്. ഈ ചൂട്ടും അതുപോലെ തന്നെ എത്ര മരുന്ന് കഴിച്ചു, ജലദോഷം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.